ശരിക്കും ഞാനും അച്ഛനുമായിട്ടായിരുന്നു കമ്പനി. അച്ഛൻ്റെ മോളാ, അത്ര ഇതായിരുന്നു അച്ഛനും ഞാനുമായിട്ട്. അപ്പൊ അച്ഛൻ മരിച്ചത് വലിയൊരു ഷോക്കായിരുന്നു, പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ശരിക്കും ഞാൻ പിന്നെ അമ്മയുമായിട്ട് ഇത്രയും അടുക്കുന്നത്. എനിക്ക് വേറെ അങ്ങനെ കൂടുതൽ സഹായിക്കാനുള്ള ആൾക്കാരോ അങ്ങനെയൊന്നും ഇല്ല. പ്രശ്നങ്ങൾ വന്നപ്പോഴും ഒക്കെ അമ്മ തന്നെയായിരുന്നു കൂടെ ഉണ്ടായത്. കുറേ അനുഭവിച്ചു, ഈ പറഞ്ഞ പോലെ കുറേ പാഠങ്ങൾ പഠിച്ചു. നമ്മുടെ ഉള്ളിൽ നമുക്കറിയാമല്ലോ നമ്മുടെ എന്താണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇവർ രണ്ടുപേരും ആ സമയങ്ങളൊക്കെ എന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഉള്ളിനുള്ളിൽ താങ്ങാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത് ആ രീതിയിലായിരുന്നു, ഒന്നും പേടിക്കേണ്ട, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ അതുകൊണ്ട് എല്ലാം ഞാൻ വളരെ കണ്ണിങ് ആയിട്ടാണ് നീങ്ങുന്നത്. ക്വാളിഫിക്കേഷൻസ് ടു ബി ശാലു മേനൻസ് ഹസ്ബൻഡ്. എനിക്ക് റൊമാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ശാലു മേനൻ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം. ഹായ് ഹലോ എവറി വൺ, വൺസ് അഗൈൻ വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ വീണ്ടും എന്നോടൊപ്പം ഷാലു ചേച്ചിയാണ് ജോയിൻ ചെയ്യുന്നത്, ഷാലു മേനൻ. അപ്പോൾ ഷാലു ചേച്ചി ഹാർട്ടി വെൽക്കം. ഞാൻ ഭയങ്കരമായ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല, കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചതായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട അഭിനേത്രിയാണ്, നർത്തകിയാണ് എന്നെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ വൺസ് അഗൈൻ ഐ എം വെരി ഹാപ്പി ടു ഹാവ് യു. സോ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, അതായത് 20 years ഈ ഒരു ജേർണി കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ എത്രത്തോളം ഷാലു മേനൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ മാറിയിട്ടുണ്ട്? അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നില്ല. വളരെ പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ആരുടെയും വിഷമം കിട അപ്പം കരയുന്നത്. അങ്ങനെ അതാണ് ഏറ്റവും ഒരു ഇതുള്ള ഒരു സ്വഭാവം ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇവ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും, ആണല്ലേ അങ്ങനെയാണല്ലേ, അയ്യോ പിന്നെ എന്ത് ഇങ്ങനെ അങ്ങനെ വിശ്വസിക്കും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒത്തിരി മാറി, ഇപ്പൊ കുറച്ചും കൂടെ ഒരു പക്വത വെക്കാൻ തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള സ്വഭാവം ഉള്ള ആൾക്കാരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആൾക്കാർ മുതലെടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ ചേച്ചിക്ക് ഒരുപാട് ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല? ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം അത് കുറെ അനുഭവിച്ചു. അപ്പൊ അതിൽ നിന്നും കുറെ ഈ പറഞ്ഞ പോലെ കുറെ പാഠങ്ങൾ പഠിച്ചു. ഇപ്പൊ അതുകൊണ്ട് എല്ലാം ഞാൻ വളരെ കണ്ണിങ് ആയിട്ടാണ് നീങ്ങുന്നത്. ബട്ട് ചേച്ചിയെ പോലെയുള്ള ഒരു പേഴ്സണെ കാണുമ്പോൾ നമ്മൾ ലൈഫിൽ എത്ര തോറ്റുപോയാലും എത്രയൊക്കെ വീഴ്ചകൾ നമുക്ക് വന്നാലും ദർ ഇസ് എ ബ്യൂട്ടിഫുൾ ലൈഫ് അഹെഡ് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങളെപ്പോലെ ഇത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പാസ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പം ഞാൻ ചേച്ചിയുടെ ഇൻ്റർവ്യൂ ആണ് എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫിൽ ഇത്രയും ഫെയിലിയേഴ്സ് വരുമ്പോൾ എവിടെന്നാ ചേച്ചി വീണ്ടും ആ ഒരു പഴയ ധൈര്യത്തോട് കൂടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള പവർ കിട്ടുന്നത്? അത് കിട്ടുന്നത് ശരിക്കും ഒന്ന് ഈശ്വരൻ്റെ അടുത്തു നിന്നാണ്. ദൈവത്തിൻ്റെ ഒരു ശക്തി എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത് എൻ്റെ അമ്മ. അമ്മയുടെ ആ ഒരു ആ ശക്തി എന്ന് പറയും, ദൈവത്തിനെ പോലെ തന്നെ അമ്മയുടെ ഒരു ശക്തി എനിക്ക് കൂടെ ഉണ്ട്. അല്ലാതെ എനിക്ക് വേറെ അങ്ങനെ കൂടുതൽ സഹായിക്കാനുള്ള ആൾക്കാരോ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം അമ്മ തന്നെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ വന്നപ്പോഴും ഒക്കെ അമ്മ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ദൈവത്തിൻ്റെ, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അപ്പം ഞാൻ ദൈവത്തിൽ അങ്ങേയറ്റം എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഈ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം ഇവർ രണ്ടുപേരുടെ ഒരു ശക്തിയാണ് എന്നെ ഇത്രയൊരു ബോൾഡ് ആക്കിയതും. ഈ ഇന്റർവ്യൂസിലൊക്കെ വന്നിരിക്കുമ്പോൾ ചേച്ചി ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ട് എന്നാലും ഐ സ്റ്റിക്ക് എ സ്മൈൽ ഓൺ മൈ ഫേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം എന്താണ്? അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു. അത് ശരിക്കും നമ്മുടെ ഈ ഓരോ ഇഷ്യൂസ് ഉണ്ടായ കാര്യങ്ങൾ ചോദിക്കുമല്ലോ, അത് ഇപ്പൊ കുറെ ആയില്ലേ, ഇത് കുറെ ആയി കേട്ട് ഇത് ഞാൻ മറുപടി പറഞ്ഞു എനിക്ക് പിന്നെ അതങ്ങ് ഒരു അരോചകമായി തുടങ്ങി. അത് വരുമ്പോ എന്നാലും നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സോ നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത. ഇന്ന് ഞാൻ ഇപ്പൊ എല്ലാവരും പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും പറയാനില്ല എന്ന് പറയും. എന്തായാലും മോളിവുഡ് മിക്സിൽ നമ്മൾ അതൊന്നും സംസാരിക്കാൻ യാതൊരു ഇതുമില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഷാലു മേനനോട് ചോദിക്കുകയാണ്, ഷാലു മേനൻ ഹാപ്പി ആണോ? ചേച്ചി എന്താണ് പറയാ? ഹാപ്പിയാണ്, നന്നായിട്ട് പോകുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ല, വളരെ ഹാപ്പിയായിട്ട് പോകുന്നു. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ വാട്ട് കെപ്റ്റ് യു ഗോയിങ് ഓൺ? നമുക്ക് ലൈഫിൽ ഒരു എയിം ഉണ്ടാവില്ലേ? അങ്ങനെ ചേച്ചിയുടെ ഒരു എയിം എന്താണ്? എനിക്ക് ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരനെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും ഡാൻസ് ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാമല്ലോ നമ്മുടെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് നമ്മുടെ ഉള്ളിലുള്ള, പിന്നെ നമ്മുടെ ഒരു തൊഴിൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്ര കാലം അതിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത് നന്നായിട്ട് കൊണ്ടുപോവുക.
എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. ഓരോ വീഴ്ചകൾ വരുമ്പോഴൊക്കെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പറഞ്ഞല്ലോ. അതെ. ചേച്ചിയുടെ മനസ്സിൽ അമ്മ പറഞ്ഞ എന്തെങ്കിലും വാക്കുകളോ കാര്യങ്ങളോ അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ആ ഒരു ഇഷ്യൂവിൻ്റെ ഒക്കെ സമയത്ത് ശരിക്കും അമ്മ അങ്ങനെ ബോൾഡായിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അന്ന് എൻ്റെ അമ്മയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര യങ് അല്ലേ സത്യം പറഞ്ഞ? പിന്നെ 13 വർഷമായില്ലേ ഇപ്പൊ ആ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് 13 വർഷമായി. അപ്പം ഇവര് രണ്ടുപേരും അമ്മൂമ്മയും കൂടെ ഉണ്ടായിരുന്ന സമയം അമ്മൂമ്മ നല്ല ബോൾഡായിരുന്നു, അമ്മൂമ്മയായിരുന്നു ആ സമയങ്ങളിൽ. അപ്പം ഇവർ രണ്ടുപേരും ആ സമയങ്ങളൊക്കെ എന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഉള്ളിനുള്ളിൽ താങ്ങാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത് ആ രീതിയിലായിരുന്നു, ഒന്നും പേടിക്കേണ്ട, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാം ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്, കുട്ടികളെ ക്ലാസ് എടുക്കുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഇതൊക്കെ അപ്പം എൻ്റെ ധാരണ ഇതെല്ലാം പോയി, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്നുള്ള. അപ്പം ഇവരിങ്ങനെ ഒന്നും പേടിക്കണം, നീ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, നീ തിരിച്ചു വരണം, ഒരു പ്രശ്നമില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ദൈവത്തിന് അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ആ ഒരു പ്രതീക്ഷ ഇങ്ങനെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അതാണ് ചേച്ചിക്ക് തിരിച്ചു വന്നപ്പോഴും അത് തന്നെയായിരുന്നു. ബീയിങ് എ ടീച്ചർ ചേച്ചി ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? കുഞ്ഞിലേ തൊട്ട് ഇതായിരുന്നു ആഗ്രഹം? ശരിക്കും കൊച്ചിലേ തൊട്ട് തന്നെ എനിക്കൊരു ടീച്ചർ ആവണം, ഡാൻസ് ടീച്ചർ എന്നല്ല, ആക്ച്വലി അല്ലാതെ സ്കൂളിലൊക്കെ അങ്ങനെ ഒരു ടീച്ചർ, എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മുടെ ആ ഒരു ടീച്ചിങ് ലെവൽ +2 കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വന്നു. ഡിഗ്രി ഞാൻ കറസ്പോണ്ടൻസ് ആണ്, ഭരതനാട്യം BA ഭരതനാട്യമാണ് എടുത്തത്. അപ്പൊ പിന്നെ കോളേജിൽ പോയി അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് വന്നതെല്ലാം കുട്ടികളെ ഡാൻസ് ടീച്ചർ ആയിട്ടുള്ള ലെവലിലോട്ടാണ് പിന്നെ വന്നത്. അത് ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യം. അതെ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴായാലും ഷീ ഈസ് വെരി ഗുഡ് വിത്ത് പീപ്പിൾ, വെരി ഗുഡ് വിത്ത് കിഡ്സ്, എസ്പെഷ്യലി കുട്ടികളായിട്ട് ഭയങ്കര ഇടപെടാനൊക്കെ ആയിട്ട് ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം എങ്ങനെയാണ് കുട്ടികൾക്ക് ശാലു മേനൻ എന്ന് പറയുന്ന ഒരു ടീച്ചർ, ഞങ്ങളുടെ ടീച്ചർ ഒരു ആക്ടർ ആണ് എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടോ പിള്ളേർക്ക്? ഇപ്പം പുതിയ കുട്ടികൾ വന്ന് ചേരുമ്പോൾ നമ്മുടെ ഒരു ശാലു മേനോൻ എന്നുള്ള ഇതിലാണല്ലോ ഇവർ വന്ന് കുട്ടികളെ ചേർക്കുന്നത്. അപ്പം ഞാനത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇപ്പം നമ്മുടെ പേരിലാണ് ഈ സ്കൂൾ നടത്തുന്നെങ്കിലും നമ്മളെ കാണാനും നമ്മുടെ ക്ലാസ് അവർക്ക് എടുക്കാനും ഒക്കെയാണ് അവർ വരുന്നത്. അപ്പം ഞാൻ മാക്സിമം അത് ഒഴിവാക്കത്തില്ല. ഞാൻ മാക്സിമം സാറ്റർഡേ സൺഡേസിൽ നമുക്ക് ക്ലാസ് ഉള്ളെങ്കിൽ പോലും ഞാൻ അവരെ, അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാനൊരു സ്ട്രിക്റ്റ് ആണ്, ക്ലാസ് സമയത്ത് സ്ട്രിക്റ്റ് ആണ്, വഴക്കൊക്കെ പറയും ഇടയ്ക്ക് ചിലപ്പോൾ ചുരുവടി എടുത്ത് ചെറിയൊരു അടിയൊക്കെ കൊടുക്കും. പക്ഷെ അപ്പോഴത്തേക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയാണ്. അപ്പോൾ പിള്ളേർ ഞാനോട് അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എനിക്ക്. എൻ്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ആരെന്ന് വെച്ചാൽ ഈ കുട്ടികളാണ്. കുട്ടികൾ വലിയ അമ്മമാര് വരെ ഉണ്ട്. അപ്പൊ അത് അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ. പക്ഷെ ആ സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ. അതെ, ഏതെങ്കിലും ഒരു കുട്ടീനെ കാണുമ്പോൾ നമ്മള് പിടിച്ചു നിർത്തി ചോദിച്ചാൽ മതി. അപ്പം ഒരു ഡാൻസ് ടീച്ചർ ആയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ മുത്തച്ഛൻ തൃപ്പൂണിത്തുറ അരവിന്ദാക്ഷൻ സാർ, അദ്ദേഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേച്ചി മേ ബി ഒരു കലാ ഫീൽഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാണോ? അതെ, തീർച്ചയായിട്ടും. ആ ഒരു അമ്മ പറയും ജനിച്ചപ്പോ തൊട്ട് ഇതല്ലേ കേട്ടും കണ്ടും ഇത് തന്നെയല്ലേ. അപ്പൊ അതിങ്ങനെ വന്ന് അങ്ങനെ അമ്മയ്ക്ക് പഠിക്കാനും പറ്റിയിട്ടില്ല കൊച്ചിലെ. അപ്പം വിടത്തില്ലായിരുന്നു. അതെന്താ? അപ്പം അങ്ങനെ പെൺകുട്ടിയെ അമ്മയുടെ ആങ്ങളെയുണ്ട്. അപ്പം അതിലെ ഇവരെ രണ്ടുപേരെ ഡാൻസ് അതൊന്നും താല്പര്യമില്ലായിരുന്നു. അത് വരിക, കോളേജിൽ പോവുക, സ്കൂളിൽ പോവുക, പഠിക്കുക, വീട്ടിൽ വരിക. അപ്പോൾ ഈ റിഹേഴ്സൽസ് ഒക്കെ ആ സമയത്തുണ്ടല്ലോ വീട്ടിൽ. ഇപ്പോഴത്തെ പോലല്ലോ, പണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. 2-3 മാസം ആൾക്കാർ അവിടെ നിന്ന്, അങ്ങനെയാണല്ലോ പണ്ടത്തെ കാലത്ത് റിഹേഴ്സൽ. അങ്ങനെയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അമ്മ ഇവരുടെ അടുത്തോടെ ഒന്നും വിടത്തില്ല. അങ്ങോട്ടൊക്കെ അമ്മ എന്നിട്ട് കള്ളത്തരത്തിലൊക്കെ പോയി ഇപ്പുറത്തോടൊക്കെ വന്നൊക്കെ നോക്കും റിഹേഴ്സൽ. അപ്പൊ അമ്മയ്ക്ക് അന്നുണ്ടായിരുന്നു, എനിക്കൊരു കുഞ്ഞാകുമ്പോൾ ഞാൻ എന്തായാലും ഡാൻസ് പഠിപ്പിക്കും എന്നുള്ള ഭയം. എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മക്കൾ 2 പേരും ഊട്ടിയിലാണ് പഠിച്ചത്. അപ്പൊ എന്നെ അവിടെ ആക്കാൻ വേണ്ടി ശ്രമിച്ചു, അപ്പൂപ്പനും അമ്മാവനും ഒക്കെ. പക്ഷെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ്. അമ്മ പറഞ്ഞ നടക്കത്തില്ല, എന്ത് പ്രശ്നം, അവളെ ഊട്ടിയിലൊന്നും പഠിപ്പില്ല, അവളെ ഇവിടെ ഞാൻ പഠിപ്പിച്ചോളാം. അപ്പൊ അമ്മയ്ക്ക് ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് എന്നെ ഡാൻസിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹം സബലീകരിച്ച് തന്നെയാണ് ചേച്ചി ഒരു നർത്തകിയായി വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, മുത്തശ്ശനൊക്കെ അപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആവുമ്പോ ചേച്ചി സിനിമയും സീരിയലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമായിരുന്നു? അപ്പൂപ്പൻ എന്നെ ഡാൻസ് അതൊന്നും ഇഷ്ടമായിരുന്നു, ആ ഡാൻസ് കണ്ടിന്യൂ കുഴപ്പമില്ലായിരുന്നു. അമ്മയായിരുന്നു അപ്പൂപ്പൻ സ്ട്രിക്റ്റ് ആക്കിയത്. പിന്നെ ഈ പറഞ്ഞ സീരിയൽ, സിനിമ അതൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ 10th കഴിയുന്ന സമയത്ത് ഈ ഒരു ഡാൻസ് സ്റ്റേറ്റിൽ നടക്കുമ്പോൾ അവിടെ എനിക്ക് ആ വർഷം ഞാനായിരുന്നു അതിൻ്റെ കലാതിലകം, അതുപോലെ പ്രൈസും എനിക്കായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ആൾക്കാരിങ്ങനെ ഓഡീഷൻ പോലെ ഇങ്ങനെ വന്നു ചോദിക്കുകയും കാര്യങ്ങൾ. അങ്ങനെ അല്ല, ഞാൻ ഈ ഒരു ഫീൽഡിൽ വരണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഫാമിലിയിലും ആരും അങ്ങനെ
സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പൊ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നോ ചേച്ചി ഇങ്ങനെ വന്ന സമയത്ത്, ഫാമിലിന്നോ അല്ലാതൊക്കെ? ആ ഫാമിലിന്ന് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു, എന്തിനാണ് പഠിക്കാനൊക്കെ വിട്ടൂടെ, നമ്മുടെ ആൾക്കാരല്ലേ, അറിയാലോ, വെറുതെ ഈ ഡാൻസും താല്പര്യമായിരുന്നു, ഡാൻസ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ വിടുന്നത്, അവളെ പഠിപ്പിച്ചൂടെ, അങ്ങനെ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കും അതൊരു ഇഷ്ടമായിരുന്നു. എന്റെ വീട്ടിൽ പിന്നെ ഇവരെല്ലാരും നല്ല ഒരുമിച്ച് നിന്നു. അങ്ങനെ പോയി. ചേച്ചിക്ക് എന്തായിരുന്നു താല്പര്യം? പഠിക്കാനായിരുന്നോ അതോ ഡാൻസ് ആയിരുന്നോ? കൊച്ചിലേ തൊട്ട് ഡാൻസ് ആയിരുന്നു ഇഷ്ടം. പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? പഠിക്കാൻ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു, അല്ല ഭയങ്കര സ്റ്റുഡന്റ് ഒന്നും അല്ലായിരുന്നു. ഫേവറേറ്റ് സബ്ജക്ട് മലയാളം തന്നെയായിരുന്നു. മലയാളമാണ് ഇഷ്ടം. ചേച്ചി നല്ലൊരു ഗായിക കൂടിയല്ലേ, സംഗീതം പഠിച്ചിട്ടുണ്ടോ ചേച്ചി? കുറച്ച് പഠിച്ചു. എനിക്ക് പാട്ട് പഠിക്കുന്നതൊക്കെ ഭയങ്കര, എനിക്ക് ഡാൻസിന് പാട്ട് അത്യാവശ്യം പഠിച്ചിരിക്കണം, അപ്പൊ അതിനു വേണ്ടിട്ട് കുറച്ച് പഠിച്ചു. എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോ ചേച്ചി കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഏതാണ്? വിഷമം വരുമ്പോൾ എനിക്ക് എപ്പോഴും സോങ്സ് കൂടുതൽ ഇഷ്ടം കുറച്ച് മെലഡി സോങ്സ് ഒക്കെയാണ്. പിന്നെ നല്ല കർണാട്ടിക് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർണാട്ടിക് മ്യൂസിക് ആണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. കച്ചേരികളൊക്കെ ഒത്തിരി കേൾക്കും ഞാൻ, പ്രോഗ്രാം കാണാനല്ലേ ഞാൻ പോയിരിക്കും. ചെന്നൈയിൽ നിന്നൊക്കെ വലിയ വലിയ സംഗീതജ്ഞന്മാർ വരുമ്പോഴൊക്കെ ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ ഫ്രീ ഉള്ള സമയത്ത് പോയിരുന്ന് കേൾക്കും. കച്ചേരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ മെലഡി സോങ്സ് ആണ് കൂടുതൽ. എനിക്ക് ഇങ്ങനെ ഈ അടിച്ചുപൊളി അങ്ങനെയൊന്നും വലിയ. ചേച്ചി ലൈഫിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ? അതെ, ഞാനൊരു അടിച്ചുപൊളി ആളല്ല. അല്ല, വളരെ ഒരു എന്താണ് പറയുന്നത്, ഒരിടയ്ക്ക് സ്ഥിരം എല്ലാരും പറയായിരുന്നു ഒരു പക്ക നാട്ടിൻപുറത്ത് അങ്ങനെ പറയായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറി, നമ്മൾ അപ്ഡേറ്റ് ആവണ്ടേ, അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ മാറി. പക്ഷെ എന്നാലും ഓവർ ആയിട്ടുള്ള ഒരു എങ്ങനെയാണ് ഇപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ ആണെങ്കിലും പോലും ഇപ്പഴ പിന്നെ ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിലും പോലും എന്തെങ്കിലുമൊക്കെ ഇടുന്നത്. അല്ല ചേച്ചിയുടെ എപ്പോഴും ഇന്റർവ്യൂ ആയാലോ സിനിമയിലൊക്കെ കാണണമെങ്കിൽ സാരിയൊക്കെ ഞാൻ തന്നെ ചുരിദാർ ഡീസന്റ് ആയി വന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കും ചെയ്തു. എന്താണ് ഇവര് സാധാരണ മോഡേൺ ഡ്രസ്സിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ മീനാക്ഷിയൊക്കെ, ഭയങ്കര അതിശയായി അല്ലേ? വെള്ളപ്പോഴൊക്കെ ചേഞ്ച് ആണ്. ഞാൻ ഓർത്ത് ചേച്ചി നല്ല, എനിക്ക് ഉറപ്പായിരുന്നു ചേച്ചി ഇങ്ങനെ ഭയങ്കര അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഐ ലവ് മാച്ച് വിത്ത് യുവർ വൈഫ്, അങ്ങനെയാണ് ഞാൻ എടുത്തത്. അപ്പൊ ചേച്ചി അങ്ങനെ വളരെ നാടൻ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ സ്ലീവ്ലെസ് ഇങ്ങനെ ഷോർട്സ് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വളരെ ഇല്ല. സ്ലീവ്ലെസ് ഒന്നും ഞാൻ അങ്ങനെ ഇടാറേ ഇല്ല. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തന്നെ സാറേ, എനിക്ക് നമുക്ക് ചേരുന്ന ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ വൾഗറ, അപ്പം എനിക്ക് തന്നെ അറിയാമോ സ്ലീവ്ലെസ് ഒന്നും എനിക്ക് അത്ര അങ്ങനെ ചേരില്ല. പിന്നെ സാരി, ചുരിദാറ്, ഹാഫ് സാരി, പിന്നെ ഇങ്ങനത്തെ അത്യാവശ്യം ചേരും, അത്ര അതിന് കൂടുതലോട്ട് പോയിട്ടില്ല അല്ലേ? കാരണം എനിക്ക് തന്നെ അറിയാം അത് ചേരില്ല. ട്രൈ ചെയ്ത് നോക്കണം, ചിലപ്പോ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്റെ ഒരു ബോഡിയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ചേരാൻ ചാൻസ് കുറവാണ്. പിന്നെ വെറുതെ നമ്മൾ ആൾക്കാരെ കൂടെ പറയുന്നത്. ചേച്ചി അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്, ആൾക്കാർ എന്ത് പറയുന്നുള്ള ഒരു സാധനം അതിൽ കോൺഷ്യസ് അതായിരുന്നു. ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇങ്ങനെ ആൾക്കാർ അങ്ങനെ, പക്ഷെ ഇപ്പൊ എനിക്കതില്ല. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ എങ്ങനെ ഡ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ ഞാൻ അങ്ങനെ കാണാറുള്ളൂ. ഉള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പം എന്തായാലും കുറെ മെലഡികൾ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരു മെലഡി നമുക്ക് വേണ്ടി ഒന്ന് പാടൂ ചേച്ചി. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം. മെലഡി അല്ലേ, ഇതൊരു കുറച്ച് ക്ലാസിക്കൽ ടച്ചും കൂടെ ഉള്ള ഒരു ഷാലു മേനന്റെ നമുക്ക് ആർക്കും അറിയാത്ത ഒരു ഹിഡൻ ടാലന്റ് ചോദിച്ചാൽ എന്തായിരിക്കും ചേച്ചി പറയാ? ഇപ്പൊ ഡാൻസ് പാട്ടൊക്കെ നമുക്കറിയാം, ഹിഡൻ ടാലന്റ് എന്ന് പറയാൻ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ പറയാലോ. അത് ഇപ്പൊ ഇങ്ങോട്ട് നമ്മൾ നിങ്ങളായിട്ടല്ലേ ഇപ്പൊ അത് പുറത്ത് വരുന്നത്, അതൊരു ഹിഡൻ ടാലന്റ് ആണ്. ഇങ്ങനത്തെ പെയിന്റിങ്, ഗാർഡനിങ് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. വായിക്കും, ഡാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബുക്സും അങ്ങനെയൊക്കെ ഉണ്ട്, വായിക്കും. അല്ലാതെ ഇങ്ങനെ ഭയങ്കര അതൊന്നും ഞാൻ വായിക്കാറേ ഇല്ല, സത്യസന്ധമായിട്ട് പറയാലോ, ഇല്ല. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് ചേച്ചിയോടൊപ്പം ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എണീക്കും. എന്താ ചേച്ചി? ഞങ്ങൾക്കൊരു ശീലമായി പോയത്. ഞാനും അമ്മയൊക്കെ, പക്ഷെ ഞങ്ങൾ നേരത്തെ കിടക്കും, ഒരു 9-9:30 മാക്സിമം. 8:30 ഉറങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരാ. പിന്നെ അങ്ങേറ്റൊരു 9:30 വരെ വെയിറ്റ് ചെയ്യും, ഉറങ്ങും. ഞാൻ രാവിലെ 4 മണി, അതങ്ങ് ശീലമായിപ്പോയി 4 മണി എന്നുള്ളത്. എല്ലാവരും ചോദിക്കും പ്രാന്താണോന്ന് ചോദിച്ചാൽ അമ്മയും മുഖം. കാരണം രാവിലെ എണീറ്റിട്ട് 4 മണി, അത് നമുക്ക് അങ്ങ് ഇതായിപ്പോയി. അലാറം വെച്ചില്ലെങ്കിൽ നമ്മൾ എണീക്കും.
റോബിൻ ശർമ്മയുടെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട് ഞാൻ, 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് അതിലും മേലെ, അതിനകത്ത് ലൈക്ക് നമ്മള് ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ടുള്ള കൂട്ടത്തിലുള്ള ആൾക്കാർ 5 മണിക്കാണ് അങ്ങനത്തെ മുഹൂർത്തത്തിൽ എണീക്കണം രാവിലെ, അതാണ് അതിൽ പറയുന്നത്. ഇത് അതുക്കും മേലെ 4 AM എണീക്കുന്ന ആളാണ്. അപ്പൊ ചേച്ചിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്കൊന്ന് കേൾക്കാം. 4 മണിക്ക് എണീറ്റ് വാട്ട് യു ഡു? 4 മണിക്ക് എണീറ്റാല് ഞാന് എണീറ്റു വന്നു, കുറച്ച് സമയം ഡാൻസ് ഒരു അരമണിക്കൂറൊക്കെ ചെയ്യും, വീട്ടിലുള്ള സമയം ചെയ്യും. ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു ശലം ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുത്ത് ഞാനൊരു 5 മണിയൊക്കെ ആകുമ്പോൾ നടക്കാം. അത് ഡെയിലി വീട്ടിലുള്ള സമയത്തല്ല ഞാൻ 1.5 മണിക്കൂർ നടക്കും രാവിലെ. 1.5 hours every day രാവിലെ നടക്കും. ഓക്കെ, അത് അങ്ങ് ശീലമായിപ്പോയി. അത് പ്രത്യേകിച്ച് ഇപ്പം ഇടയ്ക്ക് നമുക്ക് പ്രോഗ്രാം വരുമ്പോൾ ഇതൊന്നും നടക്കില്ല. കാരണം ലേറ്റ് നൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ അതൊന്നും നടക്കില്ല. അല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ സ്ഥിരം നടക്കും. നടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞ് പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് നാമം ജപിക്കുന്ന ഒരു അത് മുടക്കില്ലാത്ത കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ സന്ധ്യയ്ക്ക് ചിലപ്പോൾ മിസ്സായി പോകണം. കാരണം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ 7-8 മണിയാവും. രാവിലെ മുടക്കാറില്ല, അതും കൃത്യമായിട്ട് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പ്രോഗ്രാം റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ വയ്ക്കും കുട്ടികൾക്ക്, കോമ്പറ്റീഷനും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അത് പഠിപ്പിക്കും. പിന്നെ കുറച്ചു നേരം എന്താണ് നമ്മൾ ഈ പറഞ്ഞിരുന്ന പ്രോഗ്രാം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കൊറിയോഗ്രഫിയോ അങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് ദിവസങ്ങൾ പോകുന്നത്. ഓക്കെ, എനിക്ക് ആക്ച്വലി ഇത്രയും നേരം ചേച്ചിയോട് സംസാരിച്ചിരുന്ന് എനിക്ക് വളരെ ഒരു പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ സാധനമാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലൈഫിൽ എത്രയൊക്കെ പാളിച്ചകൾ വന്നാലും അവിടെ നിന്ന് പിക്കപ്പ് ചെയ്ത് ടോപ്പിലേക്ക് എത്തുന്ന ഒരാളാണ് ചേച്ചി. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു റീമാരേജിനെ പറ്റിയിട്ടൊക്കെ ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അമ്മ ഒരു പ്രഷർ തരുന്നുണ്ടാവോ? അമ്മ പറയുന്നുണ്ട്. ഇപ്പം ഓൾറെഡി ഡിവോഴ്സായി, ഞാൻ ഓൾറെഡി ഡിവോഴ്സാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കല്യാണമൊക്കെ ഇനി വേണം. കാരണം വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരാളെ കൊണ്ട് തന്നെ നടക്കില്ലല്ലോ. എത്ര കാര്യങ്ങളാണ് ചെയ്യണമെന്ന് അറിയോ? ഓണ്ടർപ്രണർ ആണ് കേസ്, ഡാൻസർ ആണ്, ആക്ട്രസ് ആണ്, ഇപ്പൊ ഡയറക്ടർ കൂടിയാണ്. അപ്പം ഇതൊക്കെ ഉള്ളപ്പോൾ പിന്നെ അമ്മയാണെങ്കിൽ ഈ പറഞ്ഞ ലേറ്റായിട്ട് വരികയല്ല. അപ്പം എന്നോട് പറയാം, അങ്ങനെ നമുക്ക് നല്ലൊരു ഇത്, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. എല്ലാം നമ്മൾ മനസ്സിലാക്കിയൊക്കെ കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ ആദ്യം. പക്ഷെ അത് നമുക്ക് ഫ്ലോപ്പ് ആയിപ്പോയി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഇതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നടക്കുള്ളൂ. കല്യാണം ആണെങ്കിലും എന്താണെങ്കിലും ഒരു ടൈമുണ്ട്. അപ്പൊ ആ ടൈമിൽ നടക്കും, നല്ലൊരാൾ വരും, നമ്മളെയൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ വരും എന്ന ഒരിതില്. അപ്പം അതായത് ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ട്രോമ കിട്ടിയതുകൊണ്ട് ചേച്ചിക്ക് ഇപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, റിലേഷൻഷിപ്പേ വെറുത്തു പോകുന്നു എന്നുള്ളൊരു ഇത് വരും. ചേച്ചിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇനി പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന പരിപാടിയില്ല. ഞങ്ങളുടെ പ്രേം അഫെയർ ആയിട്ടുള്ള അല്ലായിരുന്നു കല്യാണം. ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് അറിയായിരുന്നു. അത് പിന്നെ ഒരു കല്യാണം ആലോചിച്ച് വന്ന് അങ്ങനെ അല്ല, ഒരു പ്രേമം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ യു ബിലീവ് ഇൻ ലവ്? ഇനി തീർച്ചയായിട്ടും. ബ്യൂട്ടിഫുൾ. അതില്ലെന്ന് പറയാൻ പറ്റില്ല. ചേച്ചി ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആണ്. എനിക്ക് റൊമാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് പറയുമ്പോൾ തന്നെ മൊത്തം നാടൻ ഞാൻ കാണുന്നു. ഓക്കെ, ഇനി ചേച്ചിയുടെ ഒരു ഐഡിയൽ പേഴ്സൺ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇത് കേട്ടിട്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അല്ലേ? അതെ, ഒരു അറേഞ്ച് മാരേജ് അല്ല, പ്രേമിച്ചല്ലേ നമ്മൾ കല്യാണം കഴിക്കുന്നത്? അല്ല, അങ്ങനെയൊന്നും ഇല്ല. അല്ല, പ്രേമിച്ച് കല്യാണം കഴിക്കും അങ്ങനെയൊന്നുമില്ല. അല്ല, വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രണയിച്ചു നോക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും. അപ്പൊ വേണമെങ്കിൽ യു ക്യാൻ അപ്രോച്ച്. കേൾക്കട്ടെ ചേച്ചി, ക്വാളിഫിക്കേഷൻസ് ടു ബി ഷാലു മേനൻസ് ഹസ്ബൻഡ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാള്, അത് ഒന്ന്. രണ്ടാമത് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ഫീൽഡല്ലേ, ഇപ്പോൾ ഡാൻസ് അല്ലെങ്കിൽ ആക്ടിങ്, മനസ്സിലാക്കുന്ന ഒരാൾ, പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളായിരിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും വലിയ, അതായത് ലുക്സിനോ അതിനൊന്നും അതിന് അത്യാവശ്യം ഒരു സൗന്ദര്യം, അല്ലാതെ അങ്ങ് ഭയങ്കര സുന്ദരനോ അങ്ങനെയൊന്നും എനിക്കില്ല. ഇല്ല, മീഡിയം ഒരാളൊക്കെ ആയാലും മതി. അപ്പം ചേച്ചിക്ക് പ്രൊപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ ഇതിന്റെ ഇടയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രണയാഭ്യർത്ഥനയെങ്കിലും വന്നിട്ടുണ്ടാവില്ലേ? വരുന്നുണ്ടല്ലോ. ഡിവോഴ്സ് ആയെങ്കിൽ കല്യാണം കഴിക്കാൻ റെഡിയാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വരുന്നുണ്ടല്ലോ. അല്ല, അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കില്ലേ? ഞാൻ ഇങ്ങനെ പേഴ്സൺ ആരെങ്കിലും ഒക്കെ വന്ന അങ്ങനെ, അല്ലാതെ അങ്ങനെ നേരിട്ട് ഇപ്പൊ ഇതിന് ശേഷമോ അതാണ് ഉദ്ദേശം? റീസെന്റ് ഇല്ല, അങ്ങനെ ഒന്ന് ചോദിക്കാറൊന്നുമില്ല. ഇല്ല. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന ഇങ്ങനത്തെ ടെക്സ്റ്റുകൾക്ക് ചേച്ചി എന്താ റിപ്ലൈ കൊടുക്കണ്ടാവുക? ഞാൻ മാക്സിമം ഇതിനൊക്കെ കമന്റ് കൊടുക്കുന്ന ഒരാളാണ്. മെസ്സേജ് ഇൻസ്റ്റയും ഫേസ്ബുക്കും എല്ലാം ഞാൻ മാക്സിമം ഞാൻ തന്നെ കമന്റ് കൊടുക്കും. പിന്നെ അതില് നല്ല നല്ല മെസ്സേജുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ചിലതിങ്ങനെ ചുമ്മാ ചൊറിയാനായിട്ട് മെസ്സേജ് അയക്കും. അങ്ങനെ നമുക്കൊക്കെ തീരെ സൈഡ് മാത്രം നമ്മൾ പ്രതികരിക്കുന്നു. അല്ലാതൊക്കെ മാക്സിമം റിപ്ലൈ ചെയ്യും. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, അപ്പൊ ഇങ്ങനെ ചോദിക്കും, ഡിവോഴ്സ് ആയെന്ന് ഇങ്ങനെ കേട്ടല്ലോ, അപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പം എന്തായാലും താല്പര്യമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ, മറുപടി അതങ്ങ് ക്ലോസ് ആക്കുന്നല്ലേ. ഞാൻ ഇത്രയും നേരം ചേച്ചിയോട് സംസാരിച്ചിരുന്നതിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, ചേച്ചിയുടെ
ലൈഫിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അമ്മ. അതെ അതെ അമ്മ ഇല്ലാതെ ചേച്ചി ഇല്ല എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. സോ അമ്മയെ പറ്റിയിട്ട് അമ്മയെ പറ്റി ശരിക്കും അമ്മയുടെ 35-36 വയസ്സിലാണ് ഹസ്ബൻഡ് അച്ഛൻ മരിക്കുന്നത്. അത്ര യങ്ങായിരുന്നു. അത്ര യങ്ങായിരുന്നു. ഓക്കെ. അപ്പൊ അന്ന് തൊട്ട് പുള്ളിക്കാരി തന്നെയാണ് ഈ വക. അപ്പൊ എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പനൊക്കെ മരിച്ചല്ലോ, അമ്മയും മാത്രം. അപ്പൊ അന്ന് തൊട്ട് അമ്മയാണ് ഈ പറഞ്ഞ പ്രോഗ്രാമിന്റെ ഈ സ്കൂളിന്റെ എല്ലാം അമ്മയുടെ തലയിലായിരുന്നു. വേറൊരാളൊന്നും സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് തൊട്ടേ ഈ അമ്മ ഈ അപ്പൂപ്പനെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഞ്ച്വാലിറ്റിയുടെ ആളായിരുന്നു. അതിപ്പോൾ പ്രോഗ്രാമിന് നമ്മൾ കൃത്യമായിട്ട് ഇവിടുന്ന് ഇത്ര മണി എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്ക് ഇറങ്ങിയില്ലെങ്കിൽ വണ്ടി ഇവിടുന്ന് വിടും. ഇനി അല്ലാതെ ലേറ്റ് ആയിട്ട് വരുന്നത് നേരെ പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കണം, അത്ര നിർബന്ധമായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ അമ്മ തന്നെ കൈകാര്യം ചെയ്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ്, ഷോപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം പുള്ളിക്കാരിയാണ് ശരിക്കും ഇത് മാനേജ് ചെയ്ത് പോകുന്നത്. അമ്മ തന്നെയാണ്. ചേച്ചിയുടെ ഒരു റോൾ മോഡൽ ചോദിച്ചാൽ അത് ആന്റി ആണോ? അമ്മ തന്നെയാണ്, വേറെ റോൾ മോഡൽ പറയാനില്ല. ഇല്ല. ഇപ്പം അമ്മയും അമ്മുമ്മയുടെ ഒക്കെ ഒപ്പാണ് ചേച്ചി വളർന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ചേച്ചിക്ക് അച്ഛനെയൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ശരിക്കും ഞാനും അച്ഛനുമായിട്ടായിരുന്നു കമ്പനി. അമ്മയായിട്ട് അന്ന് ആ സമയങ്ങളിൽ അത്ര വലിയ അമ്മയുടെ അടുപ്പം കുറവായിരുന്നു. അച്ഛൻ്റെ മോളാ, അത്ര ഇതായിരുന്നു അച്ഛനും ഞാനുമായിട്ട്. അപ്പം അച്ഛൻ മരിച്ചത് വലിയൊരു ഷോക്കായിരുന്നു ശരിക്കും, പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു. അപ്പം അത് കുറച്ച് നാൾ നമുക്കങ്ങ് ഭയങ്കര ഇതായിരുന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അച്ഛനെ സംബന്ധിച്ച് പറയാൻ അച്ഛൻ നല്ലൊരു സിംഗറായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ രാജു അങ്കിളിൻ്റെ ഒക്കെ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു അച്ഛൻ. നല്ലൊരു സ്പോർട്സ്മാനും ആയിരുന്നു, നന്നായിട്ട് പാടും. അപ്പം ആ ഒരു കലാകുടുംബം കൊണ്ട് അച്ഛനൊരു CID ആയിരുന്നു പുള്ളിക്കാരൻ അപ്പൂപ്പൻ. പക്ഷേ ഭയങ്കര കച്ചേരി നടത്തും, അങ്ങനെ ഒരു പാട്ട് കുടുംബമായിരുന്നു, സംഗീത കുടുംബമായിരുന്നു അച്ഛൻ്റെ. അപ്പം അച്ഛനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വന്നാൽ നമ്മൾ ചിലപ്പം ഭയങ്കര വൃത്തി നോക്കുന്ന ആളാണ് അച്ഛന്. അപ്പോൾ രാത്രി നമ്മൾ ഈ കിടന്നുറങ്ങുമ്പോഴൊക്കെ അച്ഛൻ ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ക്ഷീണം കാരണം കിടന്നപ്പോൾ ഈ കിടന്നുറങ്ങുമ്പോൾ ഈ കാലിൽ അഴുക്കോ വല്ലതും ഉണ്ടെങ്കിൽ ആ ഉറങ്ങി കിടക്കുന്നിടത്തുനിന്ന് എന്നെ എടുത്തുകൊണ്ട് കൊണ്ടേ കാല് കഴിപ്പിച്ചിട്ട് വന്ന് തിരിച്ചു നടത്തും. അത്ര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ശരിക്കും ഞാൻ പിന്നെ അമ്മയുമായിട്ട് ഇത്രയും അടുക്കുന്നത്. ഞാൻ പറയും അച്ഛനുണ്ടായാൽ ഞാൻ അമ്മയുടെ അടുത്തൊന്നും ഇത്ര അടുക്കത്തില്ല എന്ന് ഇപ്പോഴും പറയും ഞാൻ വെറുതെ. അത്ര നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അച്ഛനായിട്ട്. പിന്നെ അതിന് ശേഷം പിന്നെ അമ്മയായിട്ട് ഇത്രയും വർഷമായി. പിന്നെ ഇപ്പം അമ്മയില്ലാത്തൊരു കാര്യങ്ങളില്ല. അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി ചേച്ചി? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പൊ 24-25 വർഷമായില്ലേ. അയ്യോ, എനിക്ക് കേട്ടത് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഞാൻ ഭയങ്കര അച്ഛൻകുട്ടിയാണ്. ആണോ? ഭയങ്കര അച്ഛൻകുട്ടിയാണ്. ഞാൻ കുറച്ചു നേരം ആ കോൺവെർസേഷനിൽ അങ്ങ് ഇൻവോൾവ് ആയിട്ട് ഇനി എന്താണ് ഞാൻ ചോദിക്കാനുള്ളത് ഇതിനകത്തേക്ക് ഞാൻ വിട്ടുപോയി. അപ്പം ചേച്ചിക്ക് ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു കോൾ ബാക്ക് സമ്മൺ ഫ്രം ഹെവൻ, അച്ഛനായിരിക്കും അത്? ഉറപ്പായിട്ടും.